ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന വിഷയമാണ്. ഒന്നാമത്തെ കാര്യം അതിൽ ശരിക്കും ചില ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡിന് എനിക്ക് തന്ന ഭക്ഷണത്തിന് നന്ദി, അതേപോലെ തന്നെ എനിക്ക് തന്ന ഡ്രസ്സിന് നന്ദി, ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എനിക്കിപ്പം ഇന്നലെ നടന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നന്നായി വിശന്നിട്ട് വീട്ടിൽ എത്തിയിട്ട്, കാരണം കഴിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എന്തെയില്ല, പറഞ്ഞ വാക്കാണ് ഇന്ന സമയത്ത് മീറ്റിംഗ് ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്ക് തെറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. കറക്റ്റിന് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ, അപ്പോൾ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നന്നായി വിശന്ന് വിശപ്പിൻ്റെ ഒരു പീക്ക് ലെവലുണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. ആ ഫീലിനെയാണ്, അത് ദൈവികമായിട്ട് നമുക്ക് ചിന്തിച്ചിട്ട് ആ ഫീൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ, അതാണ് ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ്. അത് നിരീശ്വരവാദികൾക്ക് പോലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മതമോ കാര്യങ്ങളോ ഒന്നും ബാധകമല്ല. നന്ദി പറയുക എന്ന് പറയുന്ന സാധനം, ഒരു ഭക്ഷണം കിട്ടിയാൽ, വസ്ത്രം കിട്ടിയാൽ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ, അതാണ് യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് എത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അയാൾ വിജയിച്ചു.